വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഒരു ക്ലീനിങ് വ്ളോഗാണ്. കർക്കിടകമൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് വീടിനൊന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ വീടിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചന്തൂട്ടം പോയതിൻ്റെ പുറകെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കണത്. എട്ടേക്കാലം ഇപ്പോൾ അവൻ്റെ വണ്ടി വന്നു, കുട്ടീനെ സ്കൂളിൽ വിട്ടു. ഒരു കുട്ടിയാണെങ്കിൽ എണീറ്റിട്ടില്ല, അത് തലേന്ന് വീണിട്ട് നെറ്റിയൊക്കെ പൊട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് തന്നെ അംഗനവാടിയിലൊന്നും മിസ്റ്റർ പോകണില്ല. അപ്പോൾ ഞാൻ അവൻ എണീക്കുന്നതിന് മുന്നേ ഏതെങ്കിലുമൊക്കെ ഒരു പണി തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം കിച്ചണിൽ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം, കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം വേണ്ടത് ഇവിടെയാണല്ലോ. ഇതങ്ങോട്ട് തുടങ്ങി വയ്ക്കുക എന്ന് വെച്ചാൽ ഞാൻ ഇരുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കും മടി വരും, മൊത്തത്തിൽ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ഞാൻ ആദ്യം കിച്ചണിൽ നമ്മുടെ ഫുഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഞാൻ ഒതുക്കാൻ നോക്കിയ, പക്ഷേ അവിടെ ഒതുങ്ങണില്ല. പിന്നെ ഞാൻ ടേബിൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിടാം, അതിലേക്കെല്ലാം അറേഞ്ച് ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ വെച്ചു. പിന്നെ താഴത്ത് വീട് പണി നടക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ അത് നോക്കി ഇങ്ങനെ കുറച്ച് നേരം നിന്നു കേട്ടോ. പിന്നെ നമ്മുടെ മൈക്രോ ഫൈബറിൻ്റെ തുണിയുണ്ട് കേട്ടോ, അന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ സംഭവം. തുളയ്ക്കാൻ നല്ല സുഖമാണ്, വാഷ് ചെയ്യാനും നല്ല സുഖമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ലിക്വിഡ് ഒഴിച്ചിട്ടാണ് ഇത് തുടച്ചുകൊണ്ടിരിക്കണം. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ എന്നും ക്ലീൻ ചെയ്യണ ഇടമാണെങ്കിൽ പോലും ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ വേറെ കുറച്ച് അഴുക്കുകൾ ഉണ്ടാവും കേട്ടോ. നമ്മൾ കണ്ടില്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ പെടാത്ത കുറച്ച് അഴുക്കുകൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ മൊത്തത്തിലൊന്ന് ഒരച്ചങ്ങോട്ട് കഴുകിയെടുത്തു, മൊത്തത്തിൽ വോളായാലും സ്ലാബായാലും ഒക്കെ കേട്ടോ. പിന്നെ ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലും ഞാൻ അതുപോലെ ലിക്വിഡൊക്കെ കൊണ്ട് ഒഴിച്ചിട്ട് കുറച്ചങ്ങോട്ട് മണം വരട്ടെ എന്ന് വിചാരിച്ചു. നല്ല ഇഞ്ചപ്പുല്ലിൻ്റെ മണമുള്ള ഒരു ലിക്വിഡായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഒഴിച്ചപ്പോഴേക്കും തേജൂട്ടൻ വന്നു കേട്ടോ. പിന്നെ ഞാൻ ഇത് തൊട്ടത് എന്തായാലും തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ബ്രഷിൽ പേസ്റ്റൊക്കെ തേച്ച് കൊടുത്തപ്പോൾ കുട്ടി പോയി തന്നെ പല്ലൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ ചെറിയ ചെറിയ തുരുമ്പ് കറിയൊക്കെ വന്നു തുടങ്ങി, കാരണം 7 കൊല്ലം ആവാറായി. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റൗവിന് വരുന്നുണ്ട്. പിന്നെ ഞാൻ കബോർഡിൻ്റെ ഉള്ളിൽ അങ്ങനെ പൊടിയൊന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ ഉണ്ടായിരുന്ന പൊടി മാത്രം ഞാൻ തുടച്ചെടുത്തു. പിന്നെ പാത്രങ്ങളൊന്നും ഞാൻ ഇറക്കിയില്ല, അതൊക്കെ തുടച്ചിട്ട് തിരിച്ചങ്ങനെ തന്നെ വെച്ചു കേട്ടോ. മെയിനായിട്ട് അഴുക്കുണ്ടായിരുന്നത് ഈ താഴ്ഭാഗത്താണ് കേട്ടോ. കാരണം നമ്മളായാലും എന്താ പറയുക, പിടിക്കണ ഭാഗങ്ങളിലായിരിക്കുമല്ലോ കൂടുതൽ അഴുക്കുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചു ക്ലീൻ ആക്കിയിട്ട്, അപ്പോൾ കിച്ചൻ്റെ ഒതുക്കലൊക്കെ കഴിഞ്ഞു. പാത്രങ്ങളൊക്കെ എടുത്ത് ഞാൻ ഒന്നുകൂടി വാഷ് ചെയ്ത് വെച്ചു കേട്ടോ, ഗ്ലാസ്സുകളിലൊക്കെ. പിന്നെ തേച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വരും അവനിങ്ങനെ ബിസ്ക്കറ്റ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വരും, അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്തു. പിന്നെ ഞാൻ കിച്ചൻ്റെ ഒതുക്കൽ കഴിഞ്ഞ് നേരെ വന്നത് നമ്മുടെ ഹാളിലേക്കാണ് കേട്ടോ. ഹാളിലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷോക്കേസ് ഇങ്ങനെ ഇരിക്കണതിൻ്റെ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ഒരൊറ്റ ഷോക്കേസുള്ളൂ എല്ലാത്തിനും കൂടിയിട്ട് കേട്ടോ. അപ്പോൾ ഫോട്ടോ ഫ്രെയിംസ് ആയാലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും അർജൻറ്റായിട്ടുള്ള, അപ്പോൾ നമ്മുടെ എന്തെങ്കിലും കാർഡുകളൊക്കെ അത്യാവശ്യത്തിന് പെട്ടെന്ന് എടുക്കേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതും പിന്നെ നമുക്ക് പൂജാ സംഭവങ്ങൾ വെക്കാനായിട്ട്, അതായത് വിളക്കത്തിരി അങ്ങനത്തെ കാര്യങ്ങൾ വെക്കാനൊന്നും വേറെ സ്ഥലമില്ല. വിളക്ക് തന്നെ ഞാൻ കുഞ്ഞു വിളക്കാക്കി തന്നെ വെക്കാൻ സ്ഥലമില്ലാത്ത കാരണമാണ് കേട്ടോ. അപ്പോൾ അതിനൊന്നും സ്ഥലമില്ല. അപ്പോൾ ഈ എല്ലാം കൂടി ഇതിൽ വെക്കണ കാരണം നമ്മൾ എടുക്കണ പോലെ തിരിച്ച് വെക്കണം എന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ നല്ല എന്താ പറയുക കച്ചറിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് ഒതുക്കി തുടച്ച് മിനുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വാഷ് ബേസിൻ്റെ എവിടെയും പിള്ളേർ ഈ പറഞ്ഞ പോലെ തേജൂട്ടിനൊക്കെ ആയ കാരണം എവിടേക്കൊക്കെയാണ് വെള്ളം തെറിപ്പിച്ചിടാമെന്ന് പറയാൻ പറ്റില്ല, അതുപോലെ ഒഴിച്ചിടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉരച്ച് കഴുകി നല്ല പണി ഉണ്ടായിരുന്നു കേട്ടോ വാഷ് ബേസിൻ്റെ അവിടെ. പിന്നെ എന്താ വെച്ചാൽ താഴെ ഇൻവെർട്ടർ ഉള്ള കാരണം തന്നെ അതിലേക്ക് വെള്ളം പോവാണ്ടും നോക്കണേ, അതായിരുന്നു വലിയൊരു ടാസ്ക്. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ സ്വിച്ച് ബോർഡിൽ ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെയും അതുപോലെ അഴുക്കുണ്ട്, കാരണം കുട്ടികളല്ലേ കഴിച്ചതും പിടിച്ചതൊക്കെ പിടിച്ചിട്ട് സ്വിച്ച് ഇടലും പിടിക്കലൊക്കെ തന്നെയായിരിക്കും. ബെഡ്റൂമിൽ അങ്ങനെ കാര്യമായിട്ട് പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇന്നാളല്ല ഒരു ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞത്, അതുകൊണ്ട് വലിയ കാര്യമായിട്ട് മാറാലിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് നമ്മുടെ ഈ ഡോറുമ കുറച്ച് പൂപ്പൽ പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഈ ഡോറിൻ്റെ പ്രത്യേകതയാണ്, എല്ലാ ഡോറുമേ ഉണ്ട്. പിന്നെ ഞാൻ കുറേ കുറച്ച് നോക്കി, പക്ഷെ പോവാത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെയിൻറ്റ് അടിച്ചിട്ട് അതിൻ്റെ ബ്രഷിൻ്റെ വടുക്കളുണ്ട് തെറിച്ചിട്ട്, അപ്പോൾ അതൊന്നും പോണില്ല. പിന്നെ ഇവിടെ ഒരു കടന്നല് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം അത് ഞാൻ കളയാൻ നോക്കി, പക്ഷെ അതെന്നെ കൊത്തുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് അങ്ങോട്ട് അടച്ചു, അത് അവിടെ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ പുറത്തെ വർക്ക് ഏരിയയിലായിരുന്നു പിന്നെ അടുത്ത പരിപാടി കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമെൻറ്റ് തറയൊക്കെയാണ്, അപ്പോൾ അതുകൊണ്ട് അവിടെ അടിച്ച് കഴുകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വേഗം തുടച്ചിട്ടു കേട്ടോ, കാരണം ഫ്രണ്ടിലാകെ പൊടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം തുടച്ചിട്ടു. അപ്പോൾ ഈ സമയം ഒരു 3-3:30 ആവാറായിട്ടുണ്ട് കേട്ടോ. 4 മണിയാകുമ്പോൾ ചന്തോട്ട് എത്തും. അപ്പോൾ അതിന് മുന്നേ ഈ വർക്ക് ഏരിയയും കൂടി ഒന്ന് അടിച്ച് കഴുകി കഴിഞ്ഞാൽ തീർക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇവിടെ ആണെങ്കിൽ പൂച്ചക്കുട്ടികളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. മുകളിൽ പൂച്ചക്കുട്ടികളെ കൊണ്ട് വെച്ചിട്ടുണ്ട്. തേജൂട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാന്നുള്ള പേരിൽ വന്നിട്ട് വെള്ളത്തിൽ കളിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വേഗം അടിച്ച് കഴുകി ഇട്ടു. അപ്പോഴേക്കും എൻ്റെ ഉപ്പാട് ഇളകിയിട്ടുണ്ടായിരുന്നു, അത് വേറൊരു കാര്യം. അങ്ങനെ
ഒരു കണക്കിന് ഞാൻ എൻ്റെ വീടിനകം അങ്ങോട്ട് വെടുപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പണികളൂടെ ഉണ്ട്. പുറത്ത് പുല്ലൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് പറിക്കണം. പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റണം. അങ്ങനെ മുഷിഞ്ഞ തുണികളും എല്ലാം ഒക്കെ ഒന്ന് മാറ്റി കഴുകി വിരിക്കാൻ ഉണക്കാനൊക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങളും സപ്പോർട്ടൊക്കെ ലൈക്കായിട്ടും കമൻ്റായിട്ടൊക്കെ തരിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.